ഈ നിലമ്പൂരിലേക്ക് വന്നാൽ നിലമ്പൂരിൽ ഏറ്റവും അവസാന നിമിഷമാണ് BJP ആദ്യം BJPക്ക് ക്യാൻഡിഡേറ്റ് ഉണ്ടാവില്ല എന്നൊരാളാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞത്. ഏറ്റവും അവസാനം കേരള കോൺഗ്രസിൽ നിന്നും ഒരാളെ കൊണ്ടുവന്നു എത്തുന്ന അല്ല, അതൊക്കെ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഞാൻ 10-15 ദിവസമായിട്ട് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ പറയാം. നിലമ്പൂരിലെ BJPയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഓരോ തെരഞ്ഞെടുപ്പിലും BJP കേരളത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലമ്പൂരിൽ നേരത്തെ 8500 വോട്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 17,000 വോട്ടായി. സ്വാഭാവികമായും അത് കൂടുതൽ വർദ്ധിക്കും. വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ BJPയെ സംബന്ധിച്ചിടത്തോളം. അല്ല, അതെനിക്കറിയില്ല. അതുകൊണ്ടേ പറഞ്ഞു ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെളുപ്പിന് 3 മണിക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അല്ല, അദ്ദേഹം പിന്നെ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തൂലല്ലോ. അല്ല, അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അദ്ദേഹം തന്നെയാണല്ലോ. അല്ല, അങ്ങനെയല്ല. അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ BJPയുടെ അധ്യക്ഷനല്ലേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അല്ല, കേരള കോൺഗ്രസ് എന്നല്ല, നാളെ പിന്നെ മറ്റു പല പാർട്ടികളിൽ നിന്നും ആൾക്കാർ BJPയിലേക്ക് വരുന്നില്ലേ? CPM-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, കേരള കോൺഗ്രസിൽ നിന്ന് ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത് വരും കാലങ്ങളിൽ പലരും അങ്ങനെ വരും. അവരൊക്കെ BJPയിൽ വന്നു കഴിഞ്ഞാലും അവർക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റും. അവിടുത്തെ ഈ PV അൻവർ വിഷയത്തെ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു പേരാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് PV അൻവറിന്റെ വിഷയത്തെ എങ്ങനെയാണ് BJP? എനിക്കറിയില്ല. PV അൻവറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? UDF പ്രവേശനം നിഷേധിക്കുന്നു. അതൊക്കെ അവരുടെ തമ്മിലുള്ള തർക്കമല്ലേ. അതായത് CPM-ലും കോൺഗ്രസിലും അൻവർ ഉണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ അൻവറിന് പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അപ്പോൾ ഈ കട്ടതിന് ശേഷം ആ കട്ട സാധനങ്ങൾ പങ്കുവെക്കുന്നതിലുള്ള തർക്കം, ആ തർക്കമാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് CPM 9 കൊല്ലം CPM-ൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ആ ആളുമായിട്ട് അവർക്ക് എന്താ ഇപ്പോൾ പെട്ടെന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? അതിനു മുമ്പ് ഇത്രയും കാലം കോൺഗ്രസിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളുമായിട്ട് അവർക്ക് എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ആശയപരമായിട്ട് ഇവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കൊള്ള മുതൽ പങ്കുവെക്കുന്നതിലുള്ള തർക്കം എന്നല്ലാതെ CPM കോൺഗ്രസ് തമ്മിൽ പോലും തർക്കം അതല്ലേ ഉള്ളൂ. അവരുടെ അവിടുന്ന് അതിർത്തി കടന്നു കഴിഞ്ഞാൽ, പാലക്കാട് കടന്നാൽ അവർ ഒരുമിച്ചാണ്. നിലമ്പൂരിൻ്റെ അതിർത്തി തൊട്ടപ്പുറത്താണ് അതിർത്തി. അപ്പുറത്ത് ഗൂഡല്ലൂരിലെത്തിയാൽ അവർ ഒരുമിച്ചാണ്. ഇനിയിപ്പത്തെന്ത് ഇത്ര വലിയ തർക്കം? ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നു, അത്രേ ഉള്ളൂ. അതെ, വിദേശകാര്യമന്ത്രി അത് ബ്രീഫ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ഏതെങ്കിലും നടപടികളിലേക്ക് അല്ലെങ്കിൽ അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. നാളെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം.